സ്വാമി, എന്നെ അനുഗ്രഹിക്കൂ. എന്നിൽ കാരുണ്യം ചൊരിയൂ. എനിക്ക് രാജ്യം തിരിച്ചുകിട്ടണമെന്ന ആഗ്രഹമേയില്ല. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വിധി അവർക്കുവേണ്ടി രേഖപ്പെടുത്തിവെച്ച ജീവിതഗതികളുണ്ട്. സംഭവങ്ങളുടെ ഗതിമാറ്റാൻ എനിക്കെന്തു ചെയ്യാൻ കഴിയും? ഞാനിനി മുതൽ അവരെപ്പറ്റി അസ്വസ്ഥനാവുന്നില്ല. എന്റെ ശിഷ്ടായുസ് മുഴുവൻ അവിടുത്തെ സേവനത്തിലും അവിടുത്തെ സന്നിധിയിലും വിനിയോഗിക്കാനുള്ള ഭാഗ്യം എന്നിലരുളിയാൽ എനിക്ക് ധാരാളമായി. ഈ രീതിയിൽ സുഗ്രീവൻ പ്രാർത്ഥിച്ചപ്പോൾ രാമൻ മൃദുവായി അവന്റെ ശിരസ് തലോടിക്കൊണ്ട് പറഞ്ഞു, വത്സ, നീ ഉച്ചരിച്ച വാക്കുകളെല്ലാം തീർച്ചയായും സത്യമാണ്. രാജ്യവും അധികാരവും ആനന്ദവും ദുഃഖവും ക്രോധവും ഉത്കണ്ഠകളും സ്വത്തുക്കളും അവകാശങ്ങളും നന്മകളും തിന്മകളുമെല്ലാം തന്നെ സ്വപ്നസമാനമാണ്. ഈശ്വരനോടുള്ള അടുപ്പം, നിന്നിലുള്ള ഈശ്വരത്വം, അതുമാത്രമാണ് സത്യമായിട്ടുള്ളത്. എന്നാൽ ഓർക്കൂ, എന്റെ പ്രതിജ്ഞ, എന്റെ വാക്ക് ഒരിക്കലും കളവാവില്ല. എന്തും സംഭവിച്ചുകൊള്ളട്ടെ, ഞാൻ താങ്കൾക്ക് രാജ്യം തരും. അതിന്റെ ഭരണത്തിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും താങ്കൾക്ക് ഒഴിയാനാവുകയില്ല. നാളെ നടക്കേണ്ട ബാലിയുമായുള്ള യുദ്ധത്തിൽ നിന്നും താങ്കൾക്കൊഴിഞ്ഞു മാറിക്കൂടാ. വരൂ, അതിന് തയ്യാറാകൂ. രാമൻ എഴുന്നേറ്റു. രാമനും ലക്ഷ്മണനും ആയുധധാരികളായി സുഗ്രീവനോടുകൂടി മുമ്പോട്ടു നീങ്ങി. ഹനുമാൻ മറ്റുള്ളവരും ആ കുന്നിലെ വസതിയിൽ തന്നെ നിലകൊള്ളാൻ അനുവദിച്ചു. വഴിയിൽ സുഗ്രീവന് അത്യാവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകി. സുഗ്രീവൻ ഒറ്റയ്ക്കു പോയി നഗരത്തിലെ പ്രധാന കവാടത്തിൽ നിന്ന് ബാലിയെ പോരിന് വിളിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി. രാമൻ നൽകിയ കൽപ്പനയനുസരിച്ച് സുഗ്രീവൻ കിഷ്കിന്ധാ നഗരത്തിന്റെ മുന്നിലെത്തി. പിന്നീട് അതിഭയങ്കരമായ വിധം ഉച്ചത്തിൽ വെല്ലുവിളി നടത്തി. ആ ശബ്ദം കേട്ട് കോട്ടമതിലുകൾ കുലുങ്ങി. ഭൂമി ഭയം കൊണ്ട് വിറച്ചു. ഈ സമരഹ്വാനം കേട്ട ഉടനെ ബാലി ചവിട്ടേറ്റ മൂർഖനെപ്പോലെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തുവന്നു. യുദ്ധത്തിനും ശത്രുവിനെ ഓടിക്കാനും തയ്യാറായി നിന്നു. തന്റെ അനുജനാണ് തന്നെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വിവരമറിഞ്ഞ താരബാലിയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് തന്റെ മകൻ പറഞ്ഞ കാര്യം ഓർമ്മിപ്പിച്ചു. നാഥ, സുഗ്രീവന്റെ സഹായം തേടിയ സഹോദരന്മാർ സാധാരണക്കാരല്ല. അവർക്ക് അസാധാരണ ശക്തിയും പരാക്രമവുമുണ്ട്. ഇത്രയും കാലം ഒളിച്ചിരുന്ന സുഗ്രീവൻ ഇപ്പോൾ ഉറച്ച വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി വന്നിരിക്കുകയാണ്. സുഗ്രീവൻ അങ്ങനെ വെല്ലുവിളി കാണുവരെ ധൈര്യപ്പെട്ടിരിക്കുന്നു. മുമ്പും പിമ്പും നോക്കാതെ അദ്ദേഹം ഈ സാഹസത്തിന് ഒരുങ്ങുകയില്ല. അവരുടെ ശക്തിയെപ്പറ്റി അദ്ദേഹത്തിന് വിശ്വാസം വന്നിരിക്കണം. അവരിൽ നിന്ന് സഹായവാഗ്ദാനം ലഭിച്ചിരിക്കണം. രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാർ ദിവ്യശക്തിയുള്ളവരാണ്. അങ്ങ് അവരുമായി ഏറ്റുമുട്ടുന്നത് ശുഭകരമല്ല. അവളുടെ അപേക്ഷ കേട്ട് ബാലി പരിഹാസമായി പൊട്ടിച്ചിരിച്ചു. അധീരയായ താരേ, രാമൻ എല്ലാവരിലും സമമായ മനസ്ഥിതിയുള്ളവനാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയായെങ്കിൽ രാമൻ ഞങ്ങളിരുവരെയും തുല്യദൃഷ്ടിയോടെ മാത്രമേ നോക്കുകയുള്ളൂ. കൂടാതെ ഞാൻ രാമൻ ഒരു ദ്രവവും ചെയ്തിട്ടില്ലല്ലോ, ഉണ്ടോ? ഇനി അതല്ല, രാമൻ എന്നെ വധിക്കുകയാണെങ്കിൽ എന്റെ ജന്മവും ജീവിതവും സഫലമായെന്ന് ഞാൻ വിശ്വസിക്കും. രാമനോടുള്ള ബാലിയുടെ സ്നേഹത്തിൽ നാം സന്തോഷിച്ചു. എന്നാൽ തന്റെ ആത്മനാഥൻ അപകടമുണ്ടാക്കുന്ന ചിന്ത ഒരു നിമിഷം പോലും വച്ചുപുലർത്തുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. താര വീണ്ടും അഭ്യർത്ഥിച്ചു, നാഥാ, ഒരു സ്ത്രീ തടസ്സം പറയുക എന്നത് ദുശ്ശകുനമായി കരുതപ്പെടുന്നു. ശരിക്കും ആലോചിക്കാതെ ഈ വെല്ലുവിളി സ്വീകരിക്കരുത്. ബാലി അവളുടെ എല്ലാ പ്രാർത്ഥനകളും തള്ളിക്കളഞ്ഞു. വെല്ലുവിളി മുഴക്കുമ്പോൾ ആരും ശകുനത്തെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. ഒന്നുകിൽ ശത്രു മരിക്കണം, അല്ലെങ്കിൽ സ്വന്തം ജീവിതം അവസാനിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലി താരയെ തള്ളിമാറ്റി ഭയങ്കരമായ ക്രോധത്താൽ ഗർജിച്ചുകൊണ്ട് കോട്ടയുടെ പ്രധാന കവാടത്തിനു നേരെ കുതിച്ചു. ബാലി സുഗ്രീവനെ മാത്രമേ അവിടെ കണ്ടതുള്ളൂ. അദ്ദേഹം അനുജന്റെ മേൽ ചാടി വീണു. രണ്ടുപേരും മുഷ്ടിയുദ്ധം തുടങ്ങി. അന്യോന്യം മുഷ്ടിപ്രഹരം നടത്തി. ബാലിയുടെ അതിഭീകരമായ പ്രഹരം താങ്ങാൻ സുഗ്രീവന് കഴിഞ്ഞില്ല. സുഗ്രീവൻ പലായനം ചെയ്യണമെന്നു തോന്നി. ബാലി സുഗ്രീവനെ ചവിട്ടുകയും പിടിച്ചു വലിച്ചു താടിക്കുകയും മുഷ്ടികൊണ്ടിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രാണവേദന സഹിക്കാൻ നിവൃത്തിയില്ലാതെ സുഗ്രീവൻ ഒരുവിധത്തിൽ കുതറി ഓട്ടി രക്ഷപ്പെട്ടു. ജേതാവായ ബാലി വിജയത്തിമിർപ്പിൽ സാഷ്ടാംഗം തുടയ്ക്കടിച്ചുകൊണ്ട് കോട്ടയ്ക്കുള്ളിലേക്ക് പോയി. രാമലക്ഷ്മണന്മാർ പലായനം ചെയ്യുന്ന സുഗ്രീവന്റെ പുറകെ വേഗം ചെന്നു. പർവ്വതത്തിലെത്തിയപ്പോൾ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടു. രാമന്റെ പാദങ്ങളിൽ സുഗ്രീവൻ പറഞ്ഞു, സ്വാമി, എനിക്ക് ഈ അപമാനം വരുത്തിവെച്ചതിനാണ്. അങ്ങ് എന്റെ രക്ഷയ്ക്കെത്തുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ സാഹസത്തിനൊരുങ്ങിയത്. ഞാൻ അങ്ങയുടെ ബാണം വരുന്ന നിമിഷം പ്രതീക്ഷിക്കുകയായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ബാലിയുടെ പ്രഹരം താങ്ങാൻ എനിക്കു കഴിഞ്ഞില്ല. പ്രാണനുവേണ്ടി ഓടിപ്പോകുകയെന്ന ലജ്ജാകരമായ മാർഗം എനിക്ക് അവലംബിക്കേണ്ടി വന്നു. അതിശക്തനായ പോരാളിയാണ് എന്റെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തിന്റെ മുഷ്ടിപ്രഹരം തടുക്കാനോ സഹിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. സുഗ്രീവൻ വിഷാദമഗ്നനായി പറഞ്ഞു. രാമൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. സുഗ്രീവാ,
ദുഃഖിക്കാതിരിക്കൂ. ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണങ്ങൾ കേൾക്കൂ. നിങ്ങളിരുവരും കാഴ്ചയിലും ആകൃതിയിലും ഭാവത്തിലുമെല്ലാം തിരിച്ചറിയാൻ കൂടാത്ത വിധം സാദൃശ്യമുള്ളവരാണ്. അതുകൊണ്ട് ബാലിയെ കൃത്യമായി ലക്ഷ്യം വെച്ച് അമ്പെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായി. ആ വാക്കുകൾക്ക് അഗാധമായൊരന്തരാർത്ഥവുമുണ്ട്. അതായത് ബാലിയും രാമപാദങ്ങളുടെ ഭക്തനാണ്. ബാലി എന്റെ ഉപാസകനാണ്. താങ്കളാഗ്രഹിച്ചതുപോലെ അത്രതന്നെ എന്റെ അനുഗ്രഹത്തിനും അദ്ദേഹവും അഭിലഷിച്ചിട്ടുണ്ട്. പക്ഷേ സുഗ്രീവന് ഈ പ്രഖ്യാപനത്തിലെ നിഗൂഢമായ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സുഗ്രീവൻ ചോദിച്ചു, ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ബാലിയെയും എന്നെയും തിരിച്ചറിയാൻ അങ്ങേക്ക് കഴിഞ്ഞില്ലേ? എനിക്കു അവിടുത്തെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങേക്കു ബാലിയെ വധിക്കാൻ കഴിയാത്തതിന്റെ കാരണം എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷേ എന്റെ ശക്തിയുടെ പരമാവധി ഞാൻ ഉപയോഗിക്കണമെന്നു അങ്ങേക്ക് ഉദ്ദേശ്യമുണ്ടാവാം. അങ്ങ് ബാലിയെ പരാജയപ്പെടുത്തുമെന്ന പരിപൂർണമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ദ്വന്ദ്വയുദ്ധം കാര്യമായെടുത്തതില്ല. മനസ്സിടിഞ്ഞ നിരുത്സാഹനായ സുഗ്രീവനെ രാമൻ തന്റെ മുമ്പിൽ പിടിച്ചു നിർത്തി നല്ലപോലെ സമാശ്വസിപ്പിച്ചു. അവിടുന്ന് തന്റെ തുകരങ്ങളാൽ സുഗ്രീവനെ തടവി. ആ നിമിഷം തന്നെ വേദനയെല്ലാം മാറി. മുറിവുകളും ചതവുകളും കാണാതായി. സുഗ്രീവൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ആശ്ചര്യത്തോടെ പറഞ്ഞു, ഹാവൂ രാമ, അവിടുത്തെ കരങ്ങൾക്ക് എന്തും സാധിക്കും. എല്ലാ സിദ്ധികളും അതിലുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവ മൂന്നും അവിടുത്തെ ഇച്ഛയ്ക്കധീനമാണ്. എനിക്ക് രാജ്യം ഭരിക്കണമെന്ന ആഗ്രഹമേയില്ല. അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രമായി അവിടുന്ന് നൽകുന്ന ആനന്ദവുമായി ഞാൻ കഴിഞ്ഞുകൊള്ളാം. രാജ്യം ഭരണം കൊണ്ടുള്ള ആനന്ദം വെറും നിസ്സാരം. രാമൻ സുഗ്രീവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. രാമൻ പറഞ്ഞു, താങ്കളുടെ ഈ വാക്കുകൾ താങ്കളുടെ ചിന്തകളുടെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. എന്റെ ശക്തിയുടെയും പ്രഭാവത്തിന്റെയും ദർശനം മുൻപുണ്ടായപ്പോഴും താങ്കൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവയ്ക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. കാരണം ഞാൻ ഹൃദയത്തിനുള്ളിൽ നിന്നും വരുന്ന വികാരങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. ഈശ്വരന്റെ സർവ്വശക്തിയും ലീലയും അനുഭവപ്പെടുമ്പോൾ എല്ലാം വിസ്മരിക്കുന്ന അനേകം ഭക്തന്മാരുണ്ട്. എന്നാൽ കുറെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അഭിലാഷങ്ങൾ സഫലമാവാതിരിക്കുമ്പോൾ, തങ്ങൾ അനുഭവിച്ചതിനെയും ദർശിച്ചതിനെയും അവർ സംശയിച്ചു തുടങ്ങുന്നു. ദുർബലമായ വിശ്വാസമുള്ളവരുടെ മനസ്സിൽ സത്യത്തെ വികലമാക്കുന്നത് ചിന്തകളാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ വൈകാരിക ചിന്തകൾക്കൊന്നും ഞാൻ വലിയ വില കൽപ്പിക്കുന്നില്ല. താങ്കൾ ഒരിക്കൽ കൂടി ജ്യേഷ്ഠനുമായി ഏറ്റുമുട്ടാൻ തയ്യാറാകൂ. രാമൻ സുഗ്രീവനെ വീണ്ടും പോരിനായി പ്രേരിപ്പിച്ചു. സുഗ്രീവന് യുദ്ധം ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം രാമൻ തന്റെ വാക്കുപാലിക്കുമെന്നും ബാലിയെ വധിക്കുമെന്നും അദ്ദേഹത്തിന് തീർച്ചയുണ്ടായിരുന്നു. ദൃഢവിശ്വാസത്തോടെ ധൈര്യമേധം നടന്നു. രാമൻ വന്യപുഷ്പങ്ങൾ കൊണ്ടൊരു മാലയുണ്ടാക്കി സുഗ്രീവന്റെ കഴുത്തിലണിയിച്ചു. ഇതുകൊണ്ട് രാമനുദ്ദേശിച്ചത് ഇതായിരുന്നു. എല്ലാവരെയും സമമായ നിലയിലാണ് രാമൻ വീക്ഷിക്കുകയെന്ന് ബാലിതാരയോട് പറഞ്ഞിരുന്നു. ഈ സമദർശനമാണ് ബാലിയെ വധിക്കുന്നതിൽ നിന്നും രാമനെ തടഞ്ഞത്. ഇപ്പോൾ ഈ പുഷ്പമാല അവന്റെ കഴുത്തിലുണ്ട്. സുഗ്രീവനോട് തനിക്ക് കൂടുതൽ പ്രേമമുണ്ടെന്നും അത് ബാലിയോട് നീതിപൂർവമെന്നെ വ്യത്യാസമായ രീതിയിൽ പ്രേമത്തിന്റെ പ്രതീകമെന്ന നിലയിൽ ഇതിന്റെ ഉദ്ദേശ്യം. ദിവ്യ പ്രോത്സാഹിപ്പിച്ചും സമരവീര്യം ഉള്ളിൽ നിറച്ചും രാമലക്ഷ്മണന്മാർ ബാലിയുടെ കോട്ടവാതിൽക്കൽ ചെന്ന് ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുവാൻ സുഗ്രീവനെ പ്രേരിപ്പിച്ചു. അവർ അടുത്തുള്ള മരം മറഞ്ഞുനിന്നു. ബാലി ചീറിപ്പാഞ്ഞുവന്നു. അദ്ദേഹത്തിന്റെ ചടുലചലനം കൊണ്ട് ഭൂമി വിറകൊണ്ടു. സുഗ്രീവൻ ഭയവിഹ്വലനായി. ആ ക്ഷണത്തിൽ തന്റെ സഹായത്തിനെത്തണമെന്ന് രാമനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. അനന്തരം ശത്രുവിനെ നേരിടാൻ ചെന്നു. തന്റെ സിദ്ധികളെയും പ്രാപ്തിയെയും ന്യായീകരിക്കാൻ വേണ്ടി സുഗ്രീവൻ തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ, തളർച്ചയുടെ ആദ്യ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അദ്ദേഹം ഒരിക്കൽ കൂടി രാമ എന്ന് വിളിച്ചു. തന്റെ ഭക്തന്മാരെ കാത്തുരക്ഷിക്കുക രാമൻ കൂടുതൽ ഇഷ്ടപ്പെട്ട ജോലിയാണല്ലോ. അതുകൊണ്ട് ഈ വിളികേട്ടപ്പോൾ അദ്ദേഹം ഒരമ്പു തൊടുത്തു. ബാലിയുടെ ദുഷ്ടമായ ഹൃദയത്തിനു നേരെ വിട്ടു. ബാലി അതേറ്റു മുമ്പോട്ടും പിറകോട്ടുമാടി തെന്നിത്തെന്നി നിലംപതിച്ചു. ആ ഘട്ടത്തിൽ രാമൻ ബാലിയുടെ സമീപമെത്തി അദ്ദേഹത്തിന് തന്റെ ദിവ്യദർശനം നൽകി. മാരകമായ അസ്ത്രം തറച്ചിട്ടുകൂടി ബാലി എഴുന്നേറ്റിരുന്നു. അദ്ദേഹം അതുല്യമായ ശക്തനും ധീരനുമായിരുന്നു. കുപ്പുകൈകളോടുകൂടി അദ്ദേഹം ആ കാർമേഘവർണ്ണനിലും കമലദല നേത്രങ്ങളിലും ദത്തസൃഷ്ടിയായി ഹർഷോന്മാദത്തള്ളലിൽ കണ്ണുനീരൊഴുക്കി അദ്ദേഹം സാദരം പറഞ്ഞു, അല്ലയോ രാമ, സൗന്ദര്യത്തിന്റെ ഇത്രയും ദിവ്യവും മംഗളപൂർണവുമായ മൂർത്തിമത്താവായിട്ടും എല്ലാ സൃഷ്ടികളുടെയും അധീനായകനായിട്ടും ഈ ചതിയുള്ള പ്രവൃത്തി ചെയ്യേണ്ട കാരണമെന്തായിരുന്നു? അങ്ങ് എന്നോട് പറഞ്ഞിട്ട് പിന്നെ എന്നെ വധിച്ചിരുന്നുവെങ്കിൽ ഞാൻ വളരെ സന്തുഷ്ടനായി മരിക്കുമായിരുന്നു. സുഗ്രീവൻ ചെയ്യാൻ കഴിയുമായിരുന്ന നന്മ ഞാൻ അദ്ദേഹത്തിന് നിഷേധിക്കുമായിരുന്നോ? അല്ലേ? അല്ല. ഇതിപ്രകാരം ചെയ്ത് ന്യായീകരിക്കത്തക്ക ഏതോ കാരണം കൊണ്ടായിരിക്കണം. സ്വാമി ശരിയായ കാരണമില്ലാതെ ഒന്നും പ്രവർത്തിക്കുകയില്ല. ബാഹ്യദർശനത്തിൽ ദിവ്യത്വത്തെപ്പറ്റി നമുക്കുള്ള ആശയത്തിനെതിരായ ഒരു പ്രവൃത്തിയാണെന്ന് തോന്നാം.
ആന്തരമായി നോക്കിയാൽ ഇത് സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്തതാണെന്ന് തെളിയുകയും ചെയ്യും. സാധാരണമായ ലൗകിക വീക്ഷണകോണിൽ കൂടി നോക്കി സ്വാമിയുടെ പ്രവൃത്തികൾ വ്യാഖ്യാനിക്കാൻ പാടില്ലെന്നെനിക്കറിയാം. മാനുഷിക പ്രവർത്തനത്തെ ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഗുണങ്ങൾക്കതീതനാണ് സ്വാമി. അതുകൊണ്ട് വികാരം, ഇന്ദ്രിയവൃത്തി, പക്ഷപാതം എന്നിവയാൽ ബാധിക്കല്ലാത്ത ഒരു സ്ഥാനത്തുനിന്ന് നോക്കിക്കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ശരിയായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. തികഞ്ഞ സമചിത്തതയോടുകൂടി ചെയ്യപ്പെട്ട പ്രവർത്തനങ്ങൾ മനസ്സിലാവണമെങ്കിൽ തികഞ്ഞ സമചിത്തത മനസ്സിലാക്കുന്നവർക്കും വേണം. നിങ്ങൾ വിശേഷണങ്ങളാലോ ധർമ്മങ്ങളാലോ വ്യതിചലിക്കപ്പെടുകയാണെങ്കിൽ, സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ, അവയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളെയോ അവയുടെ സഗോത്രങ്ങളായ വിശേഷണങ്ങളെയോ ധർമ്മങ്ങളെയോ മാത്രമേ അവയുടെ അഭാവത്തിൽ പോലും കാണുകയുള്ളൂ. ബാലിക്ക് വളരെ തെളിഞ്ഞ ബുദ്ധിശക്തിയാണുണ്ടായിരുന്നത്. അതുകൊണ്ടദ്ദേഹം വാദിച്ചു, രാമാ, അവിടുത്തെ പരാക്രമവും കുശലതയും എനിക്ക് നല്ലപോലെ അറിയാം. ഒരു രാമബാണം കൊണ്ട് ഈ ബാലിയെ മാത്രമല്ല പ്രപഞ്ചത്തെ നശിപ്പിക്കുവാൻ കഴിയും. മാത്രമല്ല വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കാനും അവിടുത്തേക്ക് കഴിയും. എന്നിരുന്നാലും എന്നെ കൊന്നത് ഞാൻ ഏതു പാപം ചെയ്തിട്ടാണെന്ന് അങ്ങയിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെയ്ത ആ തെറ്റെന്താണെന്ന് സദയം എന്നെ അറിയിച്ചാലും. ധർമ്മം സുസ്ഥാപിതമാക്കാനാണോ അവിടുന്ന് മാനവരൂപത്തിൽ വന്നിട്ടുള്ളത്? എന്നെ കൊല്ലാൻ ഒരു നായട്ടുകാരനെപ്പോലെ മരമറഞ്ഞു നിന്നത് എന്തിന്? അതിന്റെ ആവശ്യവും അർത്ഥവും എന്താണ്? രാമൻ ആസന്നമരണനായ ബാലിയുടെ അടുത്തുനിന്നു. എന്നിട്ട് പറഞ്ഞു, ബാലി, എന്റെ പ്രവർത്തനങ്ങൾ സ്വാർത്ഥമായ ഉദ്ദേശ്യലക്ഷ്യങ്ങളോടുകൂടിയവയല്ലെന്ന് താങ്കൾക്കറിയാം. സീതാന്വേഷണത്തിനു വേണ്ടിയാണ് ഞാൻ സുഗ്രീവനുമായി മൈത്രി സമ്പാദിച്ചതെന്ന താങ്കളുടെ തെറ്റായ അഭിപ്രായം ഉപേക്ഷിക്കൂ. ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ മാനവരൂപം കൈക്കൊണ്ടതെന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറയുകയുമല്ലേ? ഇനി പറയൂ, ഞാൻ താങ്കളുടെ തെറ്റായ അനീതിപരമായ ദുഷ്കൃത്യങ്ങൾ വെറുതെ നോക്കിനിൽക്കുകയാണെങ്കിൽ അതിനെന്തു പേരാണ് പറയുക? ലോകസേവനമെന്നോ ദ്രോഹമെന്നോ ധർമ്മമെന്നോ അധർമ്മമെന്നോ? സഹോദരഭാര്യയും സഹോദരിയും പുത്രഭാര്യയും സ്വന്തം പുത്രിക്കും സമമല്ലേ? അവരെ പാപദൃഷ്ടിയോടുകൂടി നോക്കുന്നവൻ പോലും പരമനിഷ്ഠൂരനായ പാപിയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു പാപിയെ കൊല്ലുന്നവനെ യാതൊരു പാപവും ബാധിക്കുകയില്ല. താങ്കളെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് സുഗ്രീവൻ ഗുഹാമുഖം അടച്ചതെന്ന താങ്കളുടെ അനുമാനം എത്ര അന്യായമായിരുന്നു. 15 നാളുകളുടെ അവസാനം പുറത്തുവരുമെന്നും അതുവരെ ഗുഹാമുഖത്ത് കാത്തിരിക്കണമെന്നും താങ്കൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ ഉത്കണ്ഠാപൂർവം 1 മാസം മുഴുവൻ താങ്കളെ കാത്തുനിന്നു. ഒടുവിൽ രക്തത്തിന്റെ ഗന്ധമനുഭവപ്പെട്ടപ്പോൾ ജ്യേഷ്ഠൻ രാക്ഷസനാൽ വധിക്കപ്പെട്ടുവെന്ന് കരുതി അദ്ദേഹം ദുഃഖിച്ചു. അദ്ദേഹം ഗുഹയിൽ കടന്നു നോക്കാൻ മടിച്ചുനിന്നു. കാരണം താങ്കളെ നശിപ്പിച്ച ആ രാക്ഷസൻ താനൊരു നിസ്സാരനായ ശത്രുവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ കൂറ്റൻ പാറക്കല്ലുകൊണ്ട് വിലാദ്വാരമടച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം രാക്ഷസന്റെ ബഹിർഗമനം തടയുകയും ആ ഗുഹയിൽ തന്നെ അവനെ ബന്ധസ്ഥനാക്കുകയുമായിരുന്നു. പൗരന്മാർ അദ്ദേഹത്തെ ഭരണകർത്താവായിരിക്കാൻ നിർബന്ധിച്ചു. അദ്ദേഹത്തിനു അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങേണ്ടിവന്നു. ഇങ്ങനെ പ്രവർത്തിച്ചതിലെല്ലാം സുഗ്രീവൻ എന്തു കുറ്റമാണ് ചെയ്തത്? താങ്കൾ അന്വേഷിക്കാൻ തുനിഞ്ഞില്ല. അദ്ദേഹം ഒരിക്കലും താങ്കളുടെ ആജ്ഞകളോ നിർദ്ദേശങ്ങളോ തെല്ലുപോലും അനുസരിക്കാതിരുന്നിട്ടില്ല. കാരണം സുഗ്രീവൻ താങ്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നതുതന്നെ. അദ്ദേഹം സത്യത്തിന്റെ മാർഗം നിഷ്കൃഷ്ടമായി അവലംബിക്കുന്നു. എന്നാൽ താങ്കൾ ഹൃദയത്തിൽ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാനുള്ള വാഞ്ച വച്ചു പുലർത്തി. പ്രതികാരത്തിന് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. അത്യഭിമാനിയായ താങ്കളുടെ അഹങ്കാരം അദ്ദേഹത്തെ കാട്ടിലെ കോടിച്ചും. അദ്ദേഹത്തെ വനത്തിലേക്കയച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൂടെ പോകാൻ അനുവദിക്കേണ്ടതായിരുന്നു. അതിനുപകരം സ്വന്തം മകളായി പരിഗണിക്കേണ്ട അവളെ താങ്കൾ ഭാര്യയായി സ്വീകരിച്ചു. ഇതിനെ താങ്കൾ പാപമെന്ന് വിളിക്കുന്നുവോ ഇല്ലയോ? ഇതിനേക്കാൾ നിന്ദ്യമായ ഒരു പാപം വേറെയില്ല. കൂടാതെ താങ്കൾ ഈ രാജ്യഭാഗത്തിന്റെ ഭരണകർത്താവ് എന്ന സ്ഥാനം സ്വീകരിക്കുകയും ചെയ്യുന്നു. താങ്കൾ അവരെ രക്ഷിക്കുകയും പോറ്റുകയും ചെയ്യേണ്ടതുണ്ട്. താങ്കൾ തന്നെ മഹാപരാധങ്ങൾ ചെയ്തിരിക്കെ താങ്കൾക്കെങ്ങനെ പ്രജകളിൽ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുവാൻ കഴിയും? യഥാ രാജ തഥാ പ്രജാന്നല്ലേ ബഹുക്തി. ഭരണാധികാരികൾ എങ്ങനെയോ അങ്ങനെയായിരിക്കും ഭരണീയരും. അതുകൊണ്ട് താങ്കൾ ചെയ്തിട്ടുള്ള തെറ്റ് കൂടുതൽ നിഷ്ഠൂരവും കൂടുതൽ ഗർഹണീയവുമാണ്. രാമൻ തന്റെ അനശ്വരപ്രേമം ഹേതുവായി ബാലി ചെയ്ത കുറ്റങ്ങളും പാപങ്ങളും അദ്ദേഹത്തിന് സ്പഷ്ടമായി പറഞ്ഞുകൊടുത്തു. ബാലി ഇത് സശ്രദ്ധം കേട്ടു, ചിന്തിച്ചു. ഒടുവിൽ ബാലി തന്റെ തെറ്റുകൾ മനസ്സിലാക്കി. എന്നിട്ടു പറഞ്ഞു, സ്വാമി, അവിടുത്തെക്കൊണ്ട് എന്റെ പ്രവൃത്തികൾ ശരിയാണെന്ന് പറയിക്കാനുള്ള എന്റെ സാമർഥ്യമെല്ലാം വിഫലമായി. ഇപ്പോൾ ഞാൻ പാപിയേ അല്ല. പാപിയായിരുന്നുവെങ്കിൽ സ്വാമിയുടെ കൈയാൽ അയക്കപ്പെട്ട അമ്പുകൊണ്ട് ഞാനിങ്ങനെ നിലംപതിക്കും. ഈശ്വരന്റെ മുഖം വീക്ഷിച്ചുകൊണ്ടും അവിടുത്തെ മധുരമായ വാക്കുകൾ കേട്ടുകൊണ്ടും അവസാന നിമിഷങ്ങൾ കഴിക്കുന്നതിന് എനിക്കെങ്ങനെ സാധിക്കും? പ്രേമത്തിന്റെ അഗാധതയിൽ നിന്നും ഉത്കൃഷ്ടമായ ജ്ഞാനത്തോടുകൂടിയ ബാലിയുടെ ഈ വാക്കുകൾ കേട്ട് രാമൻ അത്യന്തം സന്തോഷിച്ചു.
ഹൃദയത്തിൽ ബാലിക്കുണ്ടായിരുന്ന അകൃത്രിമമായ ത്യാഗത്തിന്റെ വീര്യം ലോകത്തെ അറിയിക്കുവാനായി രാമൻ ആഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു, ബാലി, ഞാൻ താങ്കളെ ജീവിതത്തിലേക്ക് തിരിച്ചുവിടുകയാണ്. വാർദ്ധക്യത്തിന്റെയും ക്ഷീണത്തിന്റെയും പിടിയിൽ നിന്നും ഞാൻ താങ്കളെ സ്വതന്ത്രനാക്കുകയാണ്. വരൂ, താങ്കളുടെ ആരോഗ്യം തിരികെ സ്വീകരിക്കൂ. രാമദേവൻ ബാലിയുടെ ശിരസിൽ തൃക്കരം വച്ചു. ബാലി ഉടനിടപെട്ടിങ്ങനെ പ്രാർത്ഥിച്ചു, കരുണാസാഗരമേ, എന്റെ അഭ്യർത്ഥന ചെവിക്കൊണ്ടാലും. ജീവിതത്തിലുടനീളം ഒരാൾ എത്ര വലിയ പരിശ്രമങ്ങൾ ചെയ്താലും ശ്വാസം അവനെ ഉപേക്ഷിച്ചാൽ മരണം ഒഴിവാക്കാൻ സാധ്യമല്ല. അവസാന നിമിഷത്തിൽ അതിശ്രേഷ്ഠന്മാരായ മഹർഷിമാർക്കുപോലും അങ്ങയുടെ തിരുനാമം അവരുടെ നാവിലെത്തുകയില്ല. അവിടുത്തെ നാമം ഉച്ചരിക്കുമ്പോഴും ഈ രൂപം വീക്ഷിക്കുമ്പോഴും തൃപ്പാദങ്ങൾ സ്പർശിക്കുമ്പോഴും അത്രത്തുള്ള അതുല്യമായൊരു സദ്ഭാഗ്യം എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഈ സൗകര്യം കിട്ടാതായാൽ, ഇത് കൈവിട്ടുപോയാൽ ഇനിയും ഇതിനുവേണ്ടി ഞാൻ എത്രകാലം കാത്തിരിക്കേണ്ടിവരുമെന്ന് ആർക്കു പറയാനാവും? ശ്വാസം തുടർന്നു കഴിക്കുന്നതുകൊണ്ട് എന്തു വലിയ നേട്ടമാണ് എനിക്കുണ്ടാവാൻ പോകുന്നത്? ഇല്ല, ഇനിയും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാമി, എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമായ വേദങ്ങൾക്കുപോലും അവിടുത്തെപ്പറ്റി നേതി ഇതല്ല എന്നു മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ തുടർന്നുപോയി അവ അവസാനം പ്രഖ്യാപിക്കുന്നു, ഇതി എന്ന്. ആ ഇതി എനിക്കിപ്പോൾ എന്റെ പിടിയിൽ കിട്ടിയിരിക്കുന്നു. അത് ഞാൻ കൈവിട്ടുകളയണമോ? കാട്ടുപുല്ലിനുവേണ്ടി തന്റെ കൈവശമുള്ള കൽപ്പകവൃക്ഷം വിട്ടുകളയുന്ന വിഡ്ഢിയുണ്ടോ ഈ ലോകത്തിൽ? ബ്രഹ്മാവിന്റെ തന്നെ സങ്കല്പത്തിൽ നിന്നും ജന്മം കൊണ്ടവനും ശരീരശക്തിക്കും നിശിതബുദ്ധിക്കും പേരുകേട്ടവനുമായ ഈ ബാലിക്കും ഈ ശരീരത്തോട് പറ്റിച്ചേരാനുള്ള പ്രലോഭനത്തിന് വഴങ്ങാൻ കഴിയുകയില്ല. ഇല്ല, വഴങ്ങിയാൽ ഞാൻ അപകീർത്തി നേടും. എന്തിനു വിസ്തരിക്കുന്നു? ആത്മസംതൃപ്തിയില്ലാത്തപ്പോൾ മറ്റരത്തിലുള്ള സംതൃപ്തികൾ കൊണ്ടെന്തു കാര്യം സ്വാമി? അവിടുത്തെ ദർശനത്തിന്റെയും വാക്കുകളുടെയും ഫലമായി ഞാൻ ദൈവത്തിന്റെയും വേദത്തിന്റെയും ബോധത്തെ അധീനപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് ഏകത്വത്തെ സംബന്ധിച്ച ദർശനം സിദ്ധിച്ചിരിക്കുന്നു. എന്റെ പാപകർമ്മങ്ങളുടെ ഫലമെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പാപഫലത്തിന്റെ ഭാരമുള്ള ഈ ശരീരവും അതോടുകൂടി നശിക്കട്ടെ. ആ ഭാരം പേർന്ന ശരീരത്തിന് മറ്റൊരു ശരീരമുണ്ടാവാൻ അനുവദിക്കാതിരിക്കണമേ. ശരീരം ഉപേക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഇങ്ങനെ ബാലി പ്രഖ്യാപിച്ചു. പുത്രനെ അടുത്തേക്ക് വിളിച്ച് ബാലി പറഞ്ഞു, ഈ ശരീരത്തിൽ നിന്നും ജനിച്ച പുത്രനെന്ന നിലയിൽ ഇവൻ ഇതുവരെ വളർന്നുവന്നു. ഇവൻ ശക്തനും സദ്ഗുണസമ്പന്നനും വിനയശാലിയും അനുസരണയുള്ളവനുമാണ്. ഇപ്പോൾ അവിടുത്തെ പ്രേമമർഹിക്കുന്ന പുത്രൻ എന്ന നിലയ്ക്ക് അവനെ അവിടുന്ന് രക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവനെ ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ബാലിപുത്രന്റെ കരങ്ങൾ രാമന്റെ കരങ്ങളിൽ വച്ചു. പുത്രനായ അംഗദനെ അടുത്തു പിടിച്ചു നിർത്തി രാമൻ വളരെ ഏറെ പ്രേമത്തോടുകൂടി അനുഗ്രഹിച്ചു. പുത്രനെ രാമൻ സ്വീകരിച്ചത് കണ്ട സംതൃപ്തിയിൽ ബാലി ആനന്ദബാഷ്പം പൊഴിച്ചു. തന്റെ പുരോഭാഗത്തുള്ള ആ ദിവ്യമുഖത്ത് അദ്ദേഹം ദൃഷ്ടികൾ ഉറപ്പിച്ചു. ബാലിയുടെ മിഴികൾ മന്ദം മന്ദമടഞ്ഞു. ഒരുവൻ താൻ അണിഞ്ഞിരിക്കുന്ന പൂമാലയിൽ നിന്നും പൂക്കൾ അടർന്നു വീണുപോകുന്നത് ശ്രദ്ധിക്കുകയോ അതിനെപ്പറ്റി അസ്വസ്ഥപ്പെടുകയോ ചെയ്യുമോ? അതേ താൽപ്പര്യമില്ലായ്മയോടെ ബാലിയും തന്റെ ശ്വാസം ശരീരത്തിൽ നിന്നും വഴുതിപ്പോകുന്നതിനനുവദിക്കുകയുണ്ടായി. ബാലിയുടെ ദേഹവിയോഗത്തെപ്പറ്റി കേട്ട ഉടനെ പമ്പാനഗര നിവാസികൾ ദുഃഖിതരായി കൂട്ടം കൂട്ടമായി വന്നുചേർന്നു. ബാലിയുടെ പത്നി താരപരിജനങ്ങളോടുകൂടി അവിടെ എത്തി. അവൾ ബാലിയുടെ ജഡത്തിന്മേൽ ബോധം കെട്ടുവീണു. സഹാനുഭൂതികൊണ്ട് ശിലയും അലിഞ്ഞുപോകും വിധം അത്രയും വേദനാജനകമായിരുന്നു താരയുടെ വിലാപം. അവൾക്ക് ബോധം തിരിച്ചുകിട്ടിയ ശേഷം ഇടയ്ക്കിടെ അജ്ഞാനമെന്റെ മുഖത്തു നോക്കി. ശോകാധിക്യത്താൽ പൊട്ടിക്കരഞ്ഞു. അങ്ങയെ തടഞ്ഞു നിർത്താൻ ഞാൻ എത്ര ശ്രമിച്ചു. എന്റെ പ്രതിരോധങ്ങളും വാദങ്ങളും വകവയ്ക്കാതെ അങ്ങ് മുന്നോട്ടോടി ഈ നാശത്തിലേക്ക് വന്നു വീണുവല്ലോ. ഭർത്താവിന്റെ സുരക്ഷിതത്വത്തിനും സുഖത്തിനും ഭാര്യ എപ്പോഴും ജാഗ്രതയുള്ളവളായിരിക്കണം. ഭർത്താവിന്റെ ക്ഷേമത്തെപ്പറ്റി താത്പര്യപൂർവ്വം ശ്രദ്ധിക്കുവാൻ ഭാര്യയല്ലാതെ വേറൊരുമില്ല. മറ്റുള്ളവർ എത്ര ശ്രേഷ്ഠന്മാരായാലും അവരുടെ ഉപദേശങ്ങളിൽ എപ്പോഴും അഹങ്കാരത്തിന്റെ സ്വൽപ്പമായ അംശം കലർന്നിരിക്കും. പ്രാണനാഥ, വിധിയുടെ വികൃതി കൊണ്ട് എന്റെ ഉപദേശം വിലപ്പോയില്ല. നാഥ, എനിക്കെങ്ങനെ ഈ പുത്രനെ പോറ്റി വളർത്താൻ കഴിയും? അങ്ങയെ കൊന്ന ആളുകൾ അങ്ങയുടെ പുത്രനെ വെറുതെ വിടുമോ? ഞങ്ങളെ ആരാണിനി രക്ഷിക്കുക? ഞങ്ങളെ ഇവിടെ വിട്ടിട്ട് പരലോകത്തേക്ക് പോകാൻ അങ്ങയുടെ മനസ്സ് എങ്ങനെ സമ്മതിച്ചു? ആർക്കുവേണ്ടിയാണ് ഞാനിനി ജീവിതം തുടരേണ്ടത്? പിന്നെ താരരാമന്റെ നേരെ തിരിഞ്ഞു. അവളുടെ ഹൃദയവികാരങ്ങൾ അണപൊട്ടിയൊഴുകി. അങ്ങ് എന്റെ പ്രാണനാഥനെ, എന്റെ ജീവാശ്വാസത്തെ പരലോകത്തേക്ക് പറഞ്ഞയച്ചല്ലോ. അന്യന്മാരുടെ ദയവും കാത്ത് ഇവിടെ അവശേഷിച്ച ഞങ്ങൾ കഴിഞ്ഞുകൂടണമെന്നാണോ അങ്ങയുടെ ആവശ്യം? ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന കുലീനനായൊരാൾക്ക് ഈ പ്രവർത്തനം ശരിയാണെന്ന് അഭിമാനിക്കാമോ? ഇതുചിതമാണോ? എന്നെയും എന്റെ മകനെയും കൂടെ കൊല്ലൂ.
മഹാപരാക്രമിയായ ഒരു വീരനെ വധിച്ച ബാണം ഒരു ദുർബലയായ സ്ത്രീയുടെയും കൗമാരദശയിലുള്ള ഒരു കുട്ടിയുടെയും മുമ്പിൽ ഒരിക്കലും പൊള്ളത്തണ്ടായി മാറുകയല്ലല്ലോ. അദ്ദേഹത്തിന്റെ യാത്രയിൽ ഞങ്ങളും കൂടി ഒന്നിച്ചേരട്ടെ. അവൾ രാമന്റെ പാദത്തിൽ വീണ് കഠിന മനോവിധിയോടുകൂടി വിലാപിച്ചു. രാമൻ പറഞ്ഞു, താരേ, ദേവി എന്തിനിങ്ങനെ കരയുന്നു? ദേവി വീരപത്നിയാണ്. ഈ രീതിയിൽ പെരുമാറാതിരിക്കൂ. അത് ദേവിയുടെ പദവിക്ക് ദുഷ്കീർത്തിയുണ്ടാക്കും. ശാന്തയായിരിക്കൂ. സ്വയം നിയന്ത്രിക്കൂ. ശരീരം അസ്ഥിരമായ ഒരു ഭൗതിക രൂപമാണ്. അത് ക്ഷുദ്രവുമാണ്. ബലിയും ഈ ശരീരത്തെ അങ്ങനെയായേ പരിഗണിച്ചിട്ടുള്ളൂ. അതിന്റെ പതനം, അതിന്റെ അന്ത്യം ഏതു ദിവസവും സംഭവിക്കാം. അത് ഒഴിവാക്കപ്പെടാൻ നിവൃത്തിയില്ല. ശരീരം പരമലക്ഷ്യം പ്രാപിക്കാനുള്ള ഒരുപകരണം മാത്രമാണ്. അത് ശരീരം വഴി സാധിച്ചിട്ടില്ലെങ്കിൽ, അതിന് ശ്രമിച്ചിട്ടില്ലെങ്കിൽ, ശരീരം തീയിൽ കത്തിച്ചാമ്പലാകേണ്ട ഒരു കൽക്കരിക്കട്ട മാത്രം. ബലിയുടെ ശരീരത്തെ ചൊല്ലിയാണ് നീ വിലപിക്കുന്നതെങ്കിൽ അത് വിഡ്ഢിത്തമാണ്. കാരണം ആ ശരീരം ഇവിടെയുണ്ടല്ലോ. ഈ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവിനെപ്പറ്റിയാണോ കരയുന്നത്? എങ്കിൽ ആത്മാവ് അനശ്വരമാണ്. അത് മരിക്കുകയോ നശിക്കുകയോ ഇല്ല. ചുരുങ്ങുകയോ പൊടിയാകുകയോ ഇല്ല. ആത്മതത്വം മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ് ശരീരമാണ് തങ്ങളെന്ന വ്യാമോഹത്തിൽ പെട്ടുഴലുന്നത്. ഈ ബോധമുണ്ടാകുന്നതുവരെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ പോലും വ്യാമോഹത്തിലാണ്. ശരീരം നിങ്ങളാണെന്ന് വ്യാമോഹിക്കരുത്. അത് അജ്ഞാനമാണ്. ആത്മാവാണ് നിങ്ങളെന്ന ബോധം ജ്ഞാനമാകുന്നു. മണ്ണിൽ നിന്നും വൈരക്കല്ല് ലഭിക്കുന്ന ഭാഗ്യം പോലെ വിലപ്പെട്ടതാണ് ആത്മാവിനെ സംബന്ധിച്ച ജ്ഞാനം ലഭിക്കുന്നത്.